ഒരു ഹെന്ന സ്റ്റെൻസിൽ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. മെഹന്തി ഇടാൻ അറിയാത്തൊരാൾക്ക് നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. ഓർഗാനിക് കോണാണ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തലേന്ന് രാത്രി ഇട്ട് കിടന്നിട്ട് രാവിലെ ആയപ്പോൾ ഈ ഒരു സ്റ്റെയിനാണ് ഫസ്റ്റ് ഉണ്ടായിരുന്നത്. അതിങ്ങനെ പിന്നെ സമയം കൂടുന്തോറും ചുവന്നു വരികയാണ് ചെയ്യുക. അങ്ങനെ ഹെന്നയൊക്കെ നോക്കി നിൽക്കൽ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ നേരെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ദിവസത്തിന് ഇക്കാൻ്റെ വീട്ടിൽ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നേയുള്ള വർക്കൊക്കെ ഏകദേശം തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഏറെക്കുറെ എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഒരു 2 വർക്കാണ്. ഒരെണ്ണം ഈ ഒരു ഫ്രെയിമായിരുന്നു. അത് ഉമ്മാൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കല്യാണത്തിന് കൊടുക്കാനുള്ളതാണ്. പിന്നെ ഒരെണ്ണം ഉള്ളത് നമുക്ക് പോകുന്ന വഴിയിൽ വയലത്തൂർ ഡെലിവറി ചെയ്യാനുള്ളതായിരുന്നു. അങ്ങനെ ഫസ്റ്റ് തന്നെ ഫ്രെയിമൊക്കെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത വർക്കിൽ നിൽക്കുകയാണ്. നമുക്ക് സെറ്റ് ചെയ്യാനുള്ളത് ഒരു ഷർട്ട് ബോക്സ് ആണ്. ഷർട്ടൊക്കെ നമ്മൾ കസ്റ്റമർ പറഞ്ഞതനുസരിച്ച് ഓൾറെഡി പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ആളൊരു കസ്റ്റമൈസ്ഡ് വാലറ്റും കൂടി പറഞ്ഞിട്ടുണ്ട്. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ലേഡീസ് ആൻഡ് മെൻസ് വാലറ്റും ബാഗ്സും ഒക്കെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ മെറ്റീരിയൽസ് ഒക്കെ ചിക്കി പരത്തി ഞാനിതേ അവസാനം ബോക്സ് ഒക്കെ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഒരു സിമ്പിളായിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബോക്സ് ആണ് കസ്റ്റമർ നമ്മളെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറിന് തന്നെ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ബാക്കിയെല്ലാം ഞാൻ എൻ്റെ ഇഷ്ടത്തിന് സെറ്റാക്കി എടുത്തതായിരുന്നു. അങ്ങനെ പിന്നെ ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഗിഫ്റ്റൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കൊടുക്കുന്നതായതുകൊണ്ട് എല്ലാം നമ്മൾ നല്ല സേഫായിട്ട് തന്നെ പാക്ക് ചെയ്യേണ്ടതുണ്ടായിരുന്നു. അതുകൊണ്ടെല്ലാം രണ്ടും നല്ല അടിപൊളിയായി സേഫായിട്ട് പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ ഒരു പുഡിംഗ് ഉണ്ടായിരുന്നു, അതും കഴിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഈവനിങ് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹെന്ന സ്റ്റെയിൻ എങ്ങനെയുണ്ട്?